ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൊഡ്യൂളിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ നോക്ക്, അതുപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിലേ പീരീഡ് എന്നിങ്ങനെ ടോപ്പിക്കുകളാണ് ഇന്ന് ഈ മൊഡ്യൂളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിലേ പീരീഡ്. കുറച്ച് ഫാക്ടേഴ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മെനി ഡിസൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് ഫാക്ടേഴ്സ് എഫക്ട് ദ ഡിലേ പീരീഡ്. ഫസ്റ്റ് വൺ, കംപ്രഷൻ റേഷ്യോ, എൻജിൻ സ്പീഡ്, ഇഞ്ചക്ഷൻ ടൈമിങ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അഡ്വാൻസ് ആംഗിൾ, ക്വാളിറ്റി ഓഫ് ദ ഫ്യൂവൽ, ഇൻടേക്ക് ടെമ്പറേച്ചർ, ഇൻടേക്ക് പ്രഷർ എന്നിങ്ങനെ ഫാക്ടേഴ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. കംപ്രഷൻ റേഷ്യോ, ദ ഇൻക്രീസ് ഇൻ ദ കംപ്രഷൻ ടെമ്പറേച്ചർ ഓഫ് ദി എയർ വിത്ത് ഇൻക്രീസ് ദ കംപ്രഷൻ റേഷ്യോ ഇവാലുവേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കംപ്രഷൻ സ്ട്രോക്ക്. അതായത് കംപ്രഷൻ റേഷ്യോ ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ റേഷ്യോ എയറിലെ കംപ്രഷൻ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വർധന ഉണ്ടാകുന്നുണ്ട്. അത് കംപ്രസ് ചെയ്ത എയറിൻ്റെ രണ്ടാമത്തെ നമുക്ക് നോക്കാൻ പറ്റും. കംപ്രസ് ചെയ്ത് എയറിൻ്റെ ഡെൻസിറ്റി കാരണം എന്ത് ചെയ്യുന്നത്, ഈ ഫ്യൂവലിൻ്റെ ഏറ്റവും കുറഞ്ഞ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയുന്നുവെന്നും അതേ കണക്കിൽ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഫ്യൂവലിൻ്റെയും ഓക്സിജൻ്റെയും മോളിക്യൂൾസ് തമ്മിലുള്ള അടുത്ത സമ്പർക്കത്തിന് അതിൻ്റെ റിയാക്ഷൻ സമയം എന്ത് ചെയ്യുന്നത്, കുറക്കുന്നു. രണ്ടാമത്തെ ഫാക്ടർ നമുക്ക് നോക്കാം, എൻജിൻ സ്പീഡ്. അല്ലെങ്കിൽ എൻജിൻ്റെ വേഗത കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കംപ്രഷൻ സമയത്തുള്ള ഹീറ്റ് ലോസ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറക്കാൻ സാധിക്കുന്നു. തൽഫലമായിട്ട് എന്ത് ചെയ്യുന്നത്, കംപ്രസ് ചെയ്ത എയറിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ പ്രഷറും ഇൻക്രീസ് ചെയ്യുകയും ഡിലേ പീരീഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. വിത്ത് ദി ഇൻക്രീസ് ഇൻ ദ എൻജിൻ സ്പീഡ്, the loss of heat during compression decreases, resulting in the rise of both the temperature and pressure of the compressed air, thus the reducing the delay period. Okay, third one, okay, injection timing അല്ലെങ്കിൽ injection advance angle. The effect of injection advance on the pressure variation. For 3 injection advance timing of 90 degree, 18 degree, 27 degree before TDC. 90 ഡിഗ്രിയും 18 ഡിഗ്രിയും അതുപോലെ 27 ഡിഗ്രിയും ബിഫോർ TDC. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ ദ ഇഞ്ചക്ഷൻ ക്വാണ്ടിറ്റി, ദ ഇഞ്ചക്റ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫ്യൂവൽ പെർ സൈക്കിൾ ഈസ് കോൺസ്റ്റൻറ്റ്. ഓരോ സൈക്കിളിൽ എന്ത് ചെയ്യുന്നത്, ഫ്യൂവലിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആണ്. ദ ഒപ്റ്റിമം ആംഗിൾ ഓഫ് ഇഞ്ചക്ഷൻ അഡ്വാൻസ് ഡിപ്പെൻഡ് ഓൺ മെനി ഫാക്ടേഴ്സ്, ബട്ട് ജനറലി ഇറ്റ് ഈസ് അബൌട്ട് 20 ഡിഗ്രി ബിഫോർ TDC. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ അഡ്വാൻസിൻ്റെ ഒപ്റ്റിമം ആംഗിൾ അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണയായിട്ട് ഇത് എന്ത് ചെയ്യുന്നു, ഏകദേശം 20 ഡിഗ്രിയാണ്. എവിടെ, ബിഫോർ TDC. അടുത്ത നമുക്ക് നോക്കാം, ക്വാളിറ്റി ഓഫ് ഫ്യൂവൽ യൂസ്ഡ്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡിലേ പീരീഡ്. ഡിലേ പീരീഡ് കാലയളവിൽ ഫ്യൂവലിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഫ്യൂവൽ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കെമിക്കൽ ഡിലേ ഈസ് ഇറ്റ്സ് സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ദെൻ lower the self ignition temperature and lower the delay period. Fifth factor നമുക്ക് നോക്കാം, intake temperature.
ഡിലേ പീരീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇൻടെക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഡിലേ പീരീഡ് ഈസ് ദ റെഡ്യൂസ്ഡ് എയ്തർ വിത്ത് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. അടുത്ത നമുക്ക് നോക്കാം ഡീസൽ എഞ്ചിനുകൾ ഓഫ് ഡീസൽ നോക്ക് അനുഭവപ്പെടുന്ന കമ്പഷൻ നോക്കാണ് എന്ത് ഡീസൽ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡീസൽ എഞ്ചിനുകളിൽ അനുഭവപ്പെടുന്ന കമ്പഷൻ നോക്കാണ് ഡീസൽ നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിനും യഥാർത്ഥത്തിൽ കമ്പഷൻ തുടങ്ങുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ് എന്ത് നമുക്കറിയാം ഡിലേ പീരീഡ് അല്ലെങ്കിൽ ഇഗ്നീഷൻ ലാഗ്. ഇഗ്നീഷനിൽ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ ഫ്യൂവലാണെങ്കിൽ ഡിലേ പീരീഡിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഡീസലിൻ്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്പഷൻ അധികം സൗണ്ട് ഇല്ലാതെ നടക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്ത് ഈ ഡിലേ പീരീഡിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഡീസലിൻ്റെ അളവ് കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എന്ത് ചെയ്യുന്നു, ഇഗ്നീഷന് ഉയർന്ന തീവ്രതയോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുകയാണ്. ഇതെന്ത് ചെയ്യുന്നത് സിലിണ്ടറിൻ്റെ അകത്തെ പ്രഷർ പെട്ടെന്ന് ഉയർത്തുകയും ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് എങ്കിൽ തണ്ടിങ് സൗണ്ട് എന്നൊക്കെ പറയും പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഡീസൽ നോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം എഫക്റ്റ് ഓഫ് ഡീസൽ നോക്ക് അല്ലെങ്കിൽ ഡിറ്റോണേഷൻ എന്നൊക്കെ പറയും. ഒന്ന് നോയ്സ് ആൻഡ് റഫ്നെസ്, അതുപോലെ ഇൻക്രീസ്ഡ് കാർബൺ ഡെപ്പോസിറ്റ്, ദെൻ ഇൻക്രീസ് ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ, മെക്കാനിക്കൽ ഡാമേജ്, അതുപോലെ ഡിക്രീസ് ഇൻ പവർ ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യൻസി. അതുപോലെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു 4-5 മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡീസൽ നോക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് യൂസിങ് എ ബെറ്റർ ഫ്യൂവൽ, അതുപോലെ കൺട്രോളിങ് ദി റേറ്റ് ഓഫ് ഫ്യൂവൽ സപ്ലൈ, അതുപോലെ നോക്ക് റെഡ്യൂസിങ് ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിക്കുക, അതുപോലെ ബൈ യൂസിങ് ഇഗ്നിഷൻ ആക്സിലേറ്റേഴ്സ്, ദെൻ ഇഗ്നിഷൻ സ്വിർൽ എന്നിങ്ങനെ മെത്തേഡുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ടും ഡീസൽ നോക്ക് നമുക്ക് എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യാൻ പറ്റിയത്.